Hi all, welcome to X and Y Learning. So NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് 2026 രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്തതാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് 6 ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സയൻസിലെ ചാപ്റ്ററാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് തിയറി പാർട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ NSMCക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യുക. എക്സ് ആൻഡ് വൈയും ഹിന്ദുവും കൂടി കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന എക്സാമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതിയിരിക്കുക. മാത്സിലും സയൻസിലും മാറ്റിലൊക്കെ നിങ്ങൾ അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരുപാട് സ്കോളർഷിപ്പും അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് പ്രൈസും ഒക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു എക്സാം കൂടിയാണ് ഈ ഒരു NSMC എന്ന് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, NSMC എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡിൽ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫുഡിലുള്ള സർട്ടൻ കോമ്പണൻസിനെയാണ് വി കോൾ ഇറ്റ് എസ് ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക അല്ലേ. ഇതർ നമുക്ക് എനർജി തരും, അല്ലെങ്കിൽ നമുക്ക് ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് റിപ്പയറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഡിഫറെൻറ്റ് ഡിസീസസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അല്ലേ. ഇവരൊക്കെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. സോ ന്യൂട്രിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഉണ്ടാവണം. സോ നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് ഫുഡ് ദാറ്റ് ഹെൽപ്പ് അവർ ബോഡി ടു ഗ്രോ, സ്റ്റേ ഹെൽത്തി ആൻഡ് ഫങ്ഷൻ പ്രോപ്പർലി. അതായത് നമ്മുടെ ബോഡി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ, നമ്മൾ ഹെൽത്തിയർ ആക്കി വെക്കാൻ, ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിലുള്ള കോമ്പണൻസിനെയാണ് വി കോൾ ഇറ്റ് എസ് ന്യൂട്രിയൻസ് വിളിക്കാം. ഇനി നമുക്ക് നോക്കാം ന്യൂട്രിയൻസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിഫറെൻറ്റ് ഡിസീസസ്. ഒരുപാട് ഡിസീസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ ബോഡി ബിൽഡിങ്. നമ്മളെ ബോഡി ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രോത്തിന് നമ്മളെ എനർജി തരുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് തരുന്നത്. സോ ആ കോമ്പണൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നമുക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ കാർബോഹൈഡ്രേറ്റ് ആണ് ഫസ്റ്റ്, ദെൻ പ്രോട്ടീൻസ്, ദെൻ ഫാറ്റ്സ്, ദെൻ വൈറ്റമിൻസ്, ദെൻ മിനറൽസ്. ഇവർ 5 പേരുമാണ് നമ്മൾ മേജർ ആയിട്ട് നമ്മൾ പറയുന്ന മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മേജർ ന്യൂട്രിയൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വെൽ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഇനി നമുക്ക് നോക്കാം. അടുത്ത ഈ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് അല്ലേ, ആ നെയിമിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ മാക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, മാക്രോ ന്യൂട്രിയൻസ് മീൻസ് the nutrients that are required by our body in larger quantity. അതായത് കുറച്ചുകൂടി അധികം ക്വാണ്ടിറ്റിയിൽ നമ്മളെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് മാക്രോ ന്യൂട്രിയൻസ് വിളിക്കുക. സോ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡി ചെയ്യുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് എനർജി. നമ്മുടെ ബോഡിയിലേക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് ഓൾസോ ആക്ടിങ് ആസ് എ പ്രൈമറി ഫ്യൂവൽ ഫോർ, അല്ലെങ്കിൽ ഫ്യൂവൽ സോഴ്സ് ഓഫ് എ ബോഡി. അതായത് നമ്മുടെ ബോഡിയുടെ പ്രൈമറി ആയിട്ടുള്ള ഫ്യൂവൽ സോഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് എനർജി ആവശ്യം ഉണ്ടാവും അല്ലേ, നമുക്ക് റണ്ണിങ്ങിന് ഒരു എനർജി ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, എനർജി വേണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ സ്പീക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് സ്പീക്കിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം, എനർജി വേണം അല്ലേ. ആ എനർജി റിക്വയർഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് എനർജി ആദ്യമായിട്ട് പ്രൈമറി കൊടുക്കുന്നത് ആരാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. പ്രൈമറി ഫ്യൂവൽ ആണ്, എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയ്ഡ് അപ്പ് ഓഫ്, അതായത് ആ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന നെയിമിൽ തന്നെ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ, ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ. ഈ 3 മോളിക്യൂൾസ് അല്ലെങ്കിൽ 3 എലമെന്റ്സും കമ്പൈൻഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്താ, നമ്മളുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എക്സിസ്റ്റിംഗ് ആസ് ഷുഗർ ആൻഡ് സ്റ്റാർച്ച്. അതായത് ഷുഗർ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർച്ച് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആയിട്ടും സ്റ്റാർച്ച് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ത്, നമ്മളുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കാണുന്ന സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനാണ് നമ്മൾ ഷുഗേഴ്സ് എന്ന് വിളിക്കുക. അതുപോലെ കോംപ്ലക്സ് ആയിട്ട് കാണുന്ന കാർബോഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് വിളിക്കുക കേട്ടോ. നമ്മൾ ഫുഡിലൊക്കെ, നമ്മൾ റൈസിലൊക്കെ ഉള്ളത് സ്റ്റാർച്ച് ആണ്. പക്ഷേ നമ്മുടെ ബോഡിയിലേക്ക് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് മാറ്റുന്നത്. സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലൂക്കോസ് സിമിലർ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് കേട്ടോ. സിമിലർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ ഷുഗേഴ്സ് എന്ന് വിളിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ളതിന് നമ്മൾ അതിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാർച്ച് എന്ന് വിളിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്, സ്റ്റാർച്ചും ഷുഗർ അല്ലാണ്ട് വേറൊരാൾ കൂടിയുണ്ട്, നിങ്ങൾ പഠിക്കും കേട്ടോ. സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ കൂടിയുണ്ട്. സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സെൽവാളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോംപ്ലക്സ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇവർ 3 പേരും എന്താണ്, ഗ്ലൂക്കോസ്,
മാൾട്ടോസ്, ഫ്രക്ടോസ്, ഇങ്ങനെ ഒരുപാട് സിമ്പിളായിട്ടുള്ള ഷുഗേഴ്സ് ഉണ്ട്. സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിളാണ്. ദെൻ സെല്ലുലോസും കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി മേജർ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്? നമുക്ക് ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഹോൾ ഗ്രെയിൻസ്, അതായത് വീറ്റ് ആവാം, പാഡി ആവാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവാം കേട്ടോ. ഇനി വെജിറ്റബിൾസ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇതിലൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് കാർബോഹൈഡ്രേറ്റ് അവൈലബിൾ കേട്ടോ. അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിമ്പിളർ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഗ്ലൂക്കോസ്, സൂക്രോസ്, ഫ്രക്ടോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതും കൂടി നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഗ്ലൂക്കോസ്, സൂക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗറിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഷുഗറിൽ നിന്ന് കിട്ടുന്നത് ആക്ച്വലി സൂക്രോസ് ആണ്. അപ്പം ഗ്ലൂക്കോസ്, സൂക്രോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ലാക്ടോസ്, അങ്ങനെയുള്ള ഒരുപാട് സിമ്പിളർ ഷുഗേഴ്സ് ഉണ്ട്. അതൊക്കെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. ഇനി കാർബോഹൈഡ്രേറ്റിൽ തന്നെ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോംപ്ലക്സ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു. സ്റ്റാർച്ചിനെ ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റാർച്ച് നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ടെസ്റ്റിനെ നമ്മൾ അയഡിൻ ടെസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ കളർ ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ ലിക്വിഡാണ് അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അയഡിൻ എന്ത് ചെയ്യും, ഒരു കളറിലേക്ക് മാറും, കളറിലേക്ക് ചേഞ്ച് ആവും. ആ കളറാണ് ബ്ലൂ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സ്റ്റാർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ ഫുഡ് ലൈക്ക് റൈസ്, പൊട്ടാറ്റോ, എക്സെട്ര, വീറ്റ്. ഇതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്താണ് ചെയ്യുക, വെൻ ഐഡിൻ സൊല്യൂഷൻ, നമ്മൾ ഐഡിൻ സൊല്യൂഷൻ അവിടെ മിക്സ് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് ആഡഡ് ടു ഫുഡ് സാമ്പിൾ കണ്ടെയ്നിങ് സ്റ്റാർച്ച് ഫുഡ് സാമ്പിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗീവ്സ് ബ്ലൂ ബ്ലാക്ക് കളർ. അതിൻ്റെ കളർ എന്തായിട്ട് മാറും, ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറും അല്ലേ, ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതായത് ഈ കോംപ്ലക്സ് ആയുള്ള സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർച്ചിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ടെസ്റ്റായിട്ട് നമ്മൾ കോമൺലി പറയാറുണ്ട്. സോ ഇതാണ് നമുക്ക് സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്വിക്കസ്റ്റ് സോഴ്സ് ഓഫ് എനർജി? എനർജിൻ്റെ ക്വിക്കസ്റ്റ്, അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എനർജി തരാൻ പറ്റുന്നത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എനർജി തരാൻ പറ്റുന്നത് സിംപ്ലർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനാണ്. അപ്പോൾ സിംപ്ലർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷുഗർ എന്നല്ലേ. ഷുഗർ ആണ് എന്താ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം കേട്ടോ. കോംപ്ലക്സ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാർച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് പ്രൈമറി ഫ്യൂവൽ ആണ് കേട്ടോ. പ്രൈമറി ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിക്ക് എപ്പോഴെങ്കിലും എനർജി ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആരാണ് എനർജി ആയിട്ട് മാറുക, കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫാറ്റ് ആണ് കേട്ടോ. ഫാറ്റ് ആണ് എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂൾസ്. ഓക്കെ, എനർജി റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് എന്ത്, നമ്മളെ ഫാറ്റ് എന്ന് പറയുന്നത്. സോ ഫാറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് മാറാൻ പറ്റുന്നത്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു 100 മില്ലിഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്, 100 മില്ലിഗ്രാം ഫാറ്റും ഉണ്ടെങ്കിൽ 100 മില്ലിഗ്രാം ഫാറ്റിനായിരിക്കും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് വെച്ചാൽ മതി. ഒരേപോലെ രണ്ടും ഒരേ എമൗണ്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി തരാം ഫാറ്റ് ആയിരിക്കും. എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വി ക്യാൻ ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ദ ഫുഡ് ഐറ്റം? ഫുഡ് ഐറ്റത്തിലുള്ള സ്റ്റാർച്ചിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്റ്റാർച്ച് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സൊല്യൂഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക? ലിറ്റ്മസ് സൊല്യൂഷൻ ആണോ? ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അസിഡിക് ആണോ ബേസിക് ആണോ നമ്മുടെ സൊല്യൂഷൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലിറ്റ്മസ് സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫിനോഫ്തലീനും ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പം ഫിനോഫ്തലീനും അല്ല. ഇനി നമുക്ക് നോക്കാം ഡൈല്യൂട്ട് ഐഡിൻ സൊല്യൂഷൻ അല്ലേ. ഐഡിൻ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോഡിയം ക്ലോറൈഡ് സോൾട്ട് എന്ന് പറയുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പാണ്, കോമൺ സോൾട്ടിനെയാണ് സോഡിയം ക്ലോറൈഡ് സോൾട്ട് എന്ന് വിളിക്കുന്നത്. സോ അതുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ന്യൂട്രിയൻ്റ് ആണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന് ശേഷം വരുന്ന ഒരാളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഒരുപാട് ആൾക്കാർ ജിമ്മിലൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടാവും. അപ്പോൾ അവരെന്തിനാണ്, ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ അവർ പ്രോട്ടീൻസ് കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ പൗഡറൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എന്തുകൊണ്ടാണ് അവരെടുക്കുന്നത്? അവർക്ക് അവരുടെ നോർമൽ ഡയറ്റിൽ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ പെക്യുലാരിറ്റി എന്താണ്, അതിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. പ്രോട്ടീൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, പ്രോട്ടീൻ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത്, റിപ്പയർ, ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടീനാണ്. സോ നമ്മുടെ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യണം.
നമ്മൾ ഫുഡിലൂടെ പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഗ്രോത്ത് റിപ്പയറിങ് പ്രോപ്പർ ഫംഗ്ഷനിങ് നടക്കില്ല. സോ ഈ കാര്യമാണ് പ്രോട്ടീൻ ഏറ്റവും മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെയാണ് നോക്കാം. എസെൻഷ്യൽ ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്, റിപ്പയറിങ് ആൻഡ് ഡാമേജിങ് ടിഷ്യൂ, അതായത് ഡാമേജ് ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യുക, ദെൻ ആൻഡ് റെഗുലേറ്റിംഗ് ബോഡിലി ഫങ്ഷൻസ്, ബോഡിയിൽ നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രോട്ടീൻസ് ആണ്. ഇനി കോംപ്ലക്സ് മോളിക്യൂൾസ് കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ് കോൾഡിംഗ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അല്ലേ, നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോട്ടീൻസിനെ പറയുന്നത്. കാരണം നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് പറയുന്നത് ആക്ച്വലി സെല്ലാണ്, പക്ഷേ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ബോഡിയിൽ ഈ ഒരു അമിനോ ആസിഡിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോട്ടീൻസിന് എന്ത് ചെയ്യാറുണ്ട്, പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്ന ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ പറയും കേട്ടോ. ബോഡി ബിൽഡിങ് ചെയ്യുന്നതുകൊണ്ടാണ് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ് സെല്ലാണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കാം. ദെൻ മേജർ സോഴ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്? മീറ്റിൽ നിന്നാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. മീറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ദെൻ എഗ്സിൽ നിന്ന് കിട്ടും, ദെൻ മിൽക്കിൽ നിന്ന് കിട്ടും, ദെൻ ഫിഷ്, നട്ട്സ് ആൻഡ് ലെൻറ്റിൽസ്. ലെൻറ്റിൽസ് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനെയാണ് ലെൻറ്റിൽസ് എന്ന് വിളിക്കുക. സോ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാക്കില്ല അല്ലേ. പക്ഷേ ഈ ഒരു പ്രോട്ടീൻ ഇല്ലെങ്കിൽ 2 തരത്തിലുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് ക്വാഷിയോർകോർ എന്ന് പറയുന്നത്. ക്വാഷിയോർകോർ എന്ന് പറയുന്നത് എന്താണ്? സ്വല്ലൻ ബെല്ലി സ്വല്ലൻ ആവുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. യൂഷ്വലി അഫക്ട്സ് ചിൽഡ്രൻ. സിംറ്റംസ് ഇൻക്ലൂഡ് സ്വല്ലൻ ബെല്ലി, വീക്ക് മസിൽസ്, ഫാറ്റീഗ് ആൻഡ് സ്ലോ ഗ്രോത്ത്. അതായത് ഒരു സ്റ്റണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും, അവർക്ക് ഹൈറ്റ് അത്രത്തോളം ഉണ്ടാവില്ല, പക്ഷേ അവർ ബെല്ലിയൊക്കെ എന്തായിരിക്കും, കുറച്ചുകൂടി സ്വല്ലനായിട്ട് കാണാൻ പറ്റും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ക്വാഷിയോർകോർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് പിക്ചർ കാണുന്ന മെരാസ്മസ്, അതായത് സ്കിന്നി ആവുക, റിബൊക്കെ കാണുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് മാറാം. ഇതും യൂഷ്വലി ചിൽഡ്രനിലാണ് കാണാൻ പറ്റുന്നത്. അത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് കേട്ടോ. പ്രോട്ടീനും അതുപോലെ തന്നെ കാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കാലറി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി തരുന്ന മോളിക്യൂൾസിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു മരാസ്മസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതെന്താണ്? മരാസ്മസ് എന്ന് പറയുന്ന ഡിസീസാണ്. അത് ബോഡി സ്കിന്നി ആവുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. ആ ഒരു സിംറ്റമാണ് നമുക്ക് കാണാൻ പറ്റുക. ക്വാഷിയോർകോറിൽ സ്വള്ളൻ ബെല്ലി ആവുന്ന കണ്ടീഷനാണ്. ഇത് രണ്ടും പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് കേട്ടോ. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ പ്രോട്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാർച്ചിനെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോട്ടീനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ പ്രോട്ടീനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫുഡ് സാമ്പിൾ ആദ്യം നമ്മൾ ഫുഡ് സാമ്പിൾ എടുക്കും, അതിന് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. ഓക്കെ, പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ വി ഹാവ് ടു മിക്സ് ദ ഫുഡ് ഐറ്റം വിത്ത് കോപ്പർ സൾഫേറ്റ് ആൻഡ് കോസ്റ്റിക് സോഡ. കോപ്പർ സൾഫേറ്റും കോസ്റ്റിക് സോഡയും തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും ഈ ഒരു ഫുഡ് ഐറ്റത്തിന്. അപ്പോൾ നമുക്ക് എന്ത് കളർ കിട്ടും? വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വയലറ്റ് ഓർ പർപ്പിൾ കളർ നമ്മൾ അവിടെ വിസിബിൾ ആണെങ്കിൽ ആക്ച്വലി എന്താണ്, നമ്മളെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ഫുഡ് ഐറ്റം. അതായത് നമ്മളൊരു ഫുഡ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ കോസ്റ്റിക് സോഡയും കോപ്പർ സൾഫേറ്റും അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റും കോസ്റ്റിക് സോഡയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഡ്രോപ്പ് വൈസ്ലി ആണ് ആഡ് ചെയ്യുന്നത്. ഒരു 2 to 3 ഡ്രോപ്സ് രണ്ടും ആഡ് ചെയ്താൽ മതി നമുക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വയലറ്റ് കളർ കാണുകയാണെങ്കിൽ ആക്ച്വലി അത് എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻസ്. അത് പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, അവിടെ നമുക്ക് കൺഫേം ചെയ്ത് തരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. Which of the following is the nutrient which involves in the growth and repair of the body? നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് റിപ്പയർ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാരാണ്? ആക്ച്വലി പ്രോട്ടീൻ ആണ് അല്ലേ. സോ പ്രോട്ടീൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ പ്രോട്ടീൻസ് ഉണ്ടായിട്ടുള്ളത്. സോ അമിനോ ആസിഡ്സ് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഒരുപാട് അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പാർട്ട്. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫാറ്റ് ആണ് കേട്ടോ. ഫാറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു, നമ്മുടെ ബോഡിക്ക് ഗ്രോത്ത് റിപ്പയറിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. നമുക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡിയിൽ വേറൊരു ടൈപ്പ് ആളുകളാണ് നമുക്ക് എനർജി തരുന്നത്. ദാറ്റ് ആക്ച്വലി ഫാറ്റ് ആണ്. സോ ഫാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടീനും എന്താണ്, മാക്രോ ന്യൂട്രിയൻ്റ് ആണ് കേട്ടോ. നമ്മളെ ബോഡിക്ക് മേജർ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ അബണ്ടൻ്റ്ലി റിക്വയർ ചെയ്തിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. സോ ദാറ്റ്സ് വൈ അതും മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഇനി എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയൻ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ കോൺസെൻട്രേറ്റഡ് എനർജി ഓഫൺ മോർ ദാൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അതായത് കാർബോഹൈഡ്രേറ്റിനേക്കാളും പ്രോട്ടീൻ ആക്ച്വലി ലെസ്സർ എമൗണ്ട് ഓഫ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്നാലും
ഏറ്റവും കൂടുതൽ, അതായത് ഹയർ കോൺസെൻട്രേറ്റഡ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ഫാറ്റ്സ് ആണ്. ഫാറ്റ് എന്താ ചെയ്യുന്നത്? ദേ ആർ സോഴ്സസ് ഓഫ് എനർജി സ്റ്റോർ ഇൻ അവർ ബോഡി. അതായത് നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഹെൽപ്സ് ഇൻ ഇൻസുലേറ്റിംഗ് ബോഡി, വൈറ്റമിൻസ് അബ്സോർപ്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഓർഗൻസ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻസുലേറ്റിംഗ് ബോഡിയുടെ ഹീറ്റ് റിറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ആക്ച്വലി ഫാറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ബോഡിയിൽ എനർജി സ്റ്റോറേജ് കൂടിയാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഫാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫാറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഓയിൽസ്. ഓക്കെ, ഓയിൽസ്, നട്ട്സ്, ബട്ടർ, ഗീ, മീറ്റ്, സീഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി കൺസ്യൂമിങ് ടു മച്ച് ഫാറ്റി ഫുഡ്സ് റിസൾട്ട്സ് ഇൻ എക്സസ് കൊളസ്ട്രോൾ. അതായത് നമ്മൾ ഫാറ്റ് നമുക്ക് എനർജിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു, പക്ഷേ ഫാറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആൾ കൂടിക്കഴിഞ്ഞാൽ, എക്സസ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിലെ ലെവല് കൂടിക്കഴിഞ്ഞാൽ, ഇൻ അവർ ബോഡി ദാറ്റ് ബിൽഡ് അപ്പ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മൾ ബ്ലഡ് വെസൽസിൽ എന്ത് ചെയ്യും, ബ്ലഡ് വെസൽസിനെ അത് നാരോവർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് എന്തില്ല, നടക്കില്ല. അപ്പോൾ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ റിക്വയർഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ ബ്ലഡ് പോകില്ല. ഇനി ദിസ് റിസൾട്ട് ഇൻ ദ മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക് ആൻഡ് സ്ട്രോക്സ്. അതായത് ഇതെന്ത് ചെയ്യും, നമ്മളെ ബ്ലഡ് പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷനിലേക്ക് നമ്മളെ ശരീരം എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. സോ ഇതാണ് നിങ്ങൾ ഫാറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇനി ഫാറ്റിനാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉള്ളത്. ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. വെൻ ഫുഡ് ഐറ്റം ഈസ് പ്രസ്ഡ്, അതായത് നമ്മൾ ഫുഡ് ഐറ്റം എടുക്കുന്നു, അതെന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫിൽറ്റർ പേപ്പറോ ഒരു നോർമൽ പേപ്പറോ എടുത്തിട്ട് അതിനെ റാപ്പ് ചെയ്യുന്നു. റാപ്പ് ചെയ്ത് അൺറാപ്പ് ചെയ്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ എൻ ഓയിലി പാച്ച്. Okay, so when a food item is pressed on a paper and a persistent translucent oily, അതായത് ഒരു ട്രാൻസ്ലൂസൻറ്റ് ഓയിലി പാച്ച്, ഒരു ഗ്ലേസി അപ്പിയറൻസ് നമ്മളെ പേപ്പറിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് അപ്പിയേഴ്സ് ഓൺ ദ പേപ്പർ, ഇത് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്. അത് എന്താണ്, ഫാറ്റിൻ്റെ പ്രസൻസ് എന്താണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സെലക്ട് ദ ഫീച്ചേഴ്സ് ദാറ്റ് ബിലോങ് ടു ഫാറ്റ്സ്. ഫാറ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചർ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ആണോ, ശരിയാണല്ലേ, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇൻസുലേറ്റ് അവർ ബോഡി അഗെയിൻസ്റ്റ് ലോസ് ഓഫ് ഹീറ്റ്, അതായത് നമ്മൾ ഹീറ്റ് റിട്ടൈൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫാറ്റ് എന്ന് പറഞ്ഞു. അപ്പം അതെന്താണ്, ശരിയാണ്. സോ ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം കേട്ടോ. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണ് വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും. അതിൽ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഈസ് എസെൻഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് ഇതും എന്താണ്, നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. ഈ ഒരു നെയിം നിങ്ങൾ നോക്കണേ, സ്മോൾ എമൗണ്ട്സ് ആണ് അല്ലേ. സ്മോൾ എമൗണ്ട്സ് ആവുന്ന സമയത്ത് നമ്മൾ അവരെ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുക കേട്ടോ. മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. അതായത് നമ്മുടെ ബോഡിയിൽ ലെസ്സർ ക്വാണ്ടിറ്റിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് വിളിക്കും. അതിന് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് വൈറ്റമിൻസും മിനറൽസും. ഇനി കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, ഇത് മോർ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഹയർ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡി റിക്വയർഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതെന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഫോർ നോർമൽ ബോഡി ഫങ്ഷൻസ്, ഗ്രോത്ത് ആൻഡ് ഡിസീസ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കീപ്സ് ഐസ്, ബോൺസ്, ടീത്ത് ആൻഡ് സ്കിൻ ഹെൽത്തി. അതായത് വൈറ്റമിൻസിൽ തന്നെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വൈറ്റമിൻസ് നമ്മുടെ ഹൈസ്, സ്കിന്ന്, അതുപോലെ തന്നെ ഹെയർ, ഇതിനൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോൺ, ടീത്ത്, ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യിക്കാനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്ട്രെങ്ത്തിനെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻസ് ആണ്. ഇനി ക്ലാസിഫൈഡ് ഇൻറ്റു 2 കൈൻഡ്സ് ഓഫ് വൈറ്റമിൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഫാറ്റ് സോളിബിൾ, അതായത് ഫാറ്റ് മോളിക്യൂൾസിൽ സോളിബിൾ ആവുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾസിൽ സോളിബിൾ ആവുന്ന 2 കൈൻഡ്സ് വൈറ്റമിൻസ് ആണുള്ളത്. സോ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൻ്റെ എന്താണ് പെക്യുലാരിറ്റി എന്നുള്ളത് നോക്കാം. ദേ ആർ സ്റ്റോർഡ് ഇൻ ഫാറ്റ് സെൽസ്. എപ്പോഴും എന്തായിരിക്കും, ഫാറ്റ് മോളിക്യൂൾസിൻ്റെ അകത്തായിരിക്കും അവർ സോളിബിൾ ആവുക. അതുകൊണ്ട് ഫാറ്റിലായിരിക്കും അവർ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി റിക്വയർഡ് ഫാറ്റ് ടു ഗെറ്റ് അബ്സോർബ്ഡ്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അവർ ബോഡി നീഡ്സ് ഫാറ്റ്. അതായത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, അബ്സോർബ് ആവുള്ളൂ. അതിന് എക്സാമ്പിളാണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഓക്കെ, വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഈ 4 വൈറ്റമിൻസും എന്താണ്, നമ്മളെ ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. നമുക്ക് 6 കൈൻഡ്സ് ഓഫ് വൈറ്റമിൻസ് ആണുള്ളത്. എ, ബി, സി, ഡി, ഇ ആൻഡ് കെ. അപ്പം
6 കൈൻഡ്സ് ഓഫ് വൈറ്റമിൻസ് ആണുള്ളത്. 6 കൈൻഡ്സ് ഓഫ് വൈറ്റമിൻസിൽ 4 കൈൻഡ്സ് ഓഫ് വൈറ്റമിൻസ് ഫാറ്റ് സോളിബിൾ ആണ്. ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി അബ്സോർബ് ആവുള്ളൂ. അങ്ങനെ വാട്ടർ സോളിബിൾ ഏതാണെന്നുള്ളത് നോക്കാം. നോട്ട് സ്റ്റോർഡ് ഇൻ ഫാറ്റ് ടിഷ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല, കാരണം വാട്ടർ സോളിബിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോർമലി നമ്മുടെ ഡയറ്റിലൊക്കെ നമ്മൾ വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, അത് അബ്സോർബ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നോട്ട് സ്റ്റോർഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നില്ല. മറ്റേതാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ ഫാറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് റീപ്ലെനിഷ്മെൻ്റ് ആണ് എന്താണ് ഇതിന് റിക്വയർഡ് ആണ്. അപ്പം റീപ്ലെനിഷ് കോൺസ്റ്റൻ്റ്ലി, നമുക്ക് പ്രോപ്പർലി എന്ത് ചെയ്യണം, റീപ്ലെനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ വാട്ടർ ഉണ്ടാവും, വാട്ടറിൽ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലർ ഇൻടേക്ക് എന്താണ് നമുക്ക് അവിടെ റിക്വയർഡ് ആണ്. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് വൈറ്റമിൻ ബിയും സിയും. വൈറ്റമിൻ ബിയും സിയും എന്താണ് അതിൻ്റെ വൈറ്റമിൻ വാട്ടർ സോളിബിൾ വൈറ്റമിൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയും. ഇനി ഓരോന്നിൻ്റെയും ഫങ്ഷൻസും അതിൻ്റെ ജസ്റ്റ് ആയിട്ടുള്ള സോഴ്സസും മേജർ ആയിട്ടുള്ള സോഴ്സസും എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ഗോവ, മിൽക്ക്, ലിവർ, നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണുക. അതിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഫോർ ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ ആൻഡ് ഹെയർ. അതായത് നമ്മുടെ ഹെയർ, സ്കിന്ന്, അതുപോലെ തന്നെ ഐസിൻ്റെയൊക്കെ പ്രോപ്പർ ഗ്രോത്തിനും അതിൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ടി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വൈറ്റമിൻ ബി ഫോർ ബനാന അല്ലേ. അപ്പോൾ ബനാനയിലുള്ളതാണ്. ദെൻ ഡേറ്റ്സ്, മഷ്റൂംസ്, ഗ്രേപ്സ്, ഇതിലൊക്കെ വൈറ്റമിൻ ബി നമുക്ക് കാണാൻ പറ്റും. അതെന്തിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഫോർ ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിന്ന്, അതുപോലെ തന്നെ ഹാർട്ട്, നെർവ്സ്, ബ്രെയിൻ, ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ് ആണ് നമുക്ക് വൈറ്റമിൻ ബി തരുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് വരിക. ഇനി ഐസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി വൈറ്റമിൻ സി എവിടെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക? വൈറ്റമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. വൈറ്റമിൻ സീനെ നമ്മൾ അസ്കോർബിക് ആസിഡ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആണ് ആക്ച്വലി വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സോ അസ്കോർബിക് ആസിഡ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക ഫ്രഷ് ഫ്രൂട്ട്, ഗോഡ് മിൽക്ക്, ബ്രോക്കോളി, ബ്ലാക്ക് കറന്റ്, അതുപോലെ ചെസ്നട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ്, അംല അല്ലെങ്കിൽ ഗൂസ്ബെറി എന്നൊക്കെ പറയുന്ന അതിലാണ് നമുക്ക് കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണാൻ പറ്റുക കേട്ടോ. ഇത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഫോർ ടീത്ത്, ഗമ്മ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. അതായത് ബ്ലഡ് വെസൽസ്, ഇമ്മ്യൂണിറ്റി, ഗമ്മിൻ്റെ ഇതിനൊക്കെ ഹെൽത്തിന് വേണ്ടി പ്രോപ്പറായിട്ട് നമുക്ക് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ഡി ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതലായി നമുക്ക് കാണാൻ പറ്റുന്നത് എഗ്ഗ്, മിൽക്ക്, ചീസ്, ലിവർ, ഇതിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കാണാൻ പറ്റുക. ആ വൈറ്റമിൻ ഡി എന്തിനാണ് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്? ഫോർ ദ ബോൺസ്, ടീത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി. നമ്മളെ ഇമ്മ്യൂണിറ്റി, ബോൺസ്, ടീത്തിനൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇനി വൈറ്റമിൻ ഇ എന്താണെന്നുള്ളത് നോക്കാം. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പൊട്ടാറ്റോ, പംകിൻ, ഗോവ, മാംഗോ, മിൽക്ക്, നട്ട്സ്, സീഡ്സ്, ഇതിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇനി എന്തിനാണത്? പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ നെർവ്സ് അല്ലേ, നെർവ്സിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് എന്താണ്? വൈറ്റമിൻ ഇ ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. പക്ഷേ ഫോർ ദ പ്രോപ്പർ ഹെൽത്ത്, അതിൻ്റെ പ്രോപ്പർ ഹെൽത്തിന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ളത് ആരാണ്? നെർവ്സിൻ്റെ പ്രോപ്പർ ഹെൽത്തിന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ളത് വൈറ്റമിൻ ബി ആണ്. ഇതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇനി വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ടൊമാറ്റോ, ബ്രോക്കോളി, ചെസ്നട്ട്സ്, കാഷ്യൂ നട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതെന്തിനാണ് വൈറ്റമിൻ കെ നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്? നമ്മളൊക്കെ എവിടെയെങ്കിലും വൂൺസ് ഉണ്ടായി, നമുക്കൊരു വൂൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ വൂണ്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ബോഡിയിൽ കട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ബ്ലീഡിങ് നടക്കും അല്ലേ. ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആവണം. ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യണ നമ്മളെ ബ്ലഡിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലഡിൽ തന്നെ സെർട്ടൺ ആയിട്ടുള്ള സെൽസ് അത് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ എൻഹാൻസ് ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെർട്ടൺ വൈറ്റമിൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു വൈറ്റമിൻ കെ ആണ് നമ്മളെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ആക്ച്വലി ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൂണ്ട്സ് ഒക്കേഴ്സ്, നമ്മളെ വൂണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ്. അതായത് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോളിബിൾ ആണ്. സോ ആൻസർ അല്ല. ഇനി നമുക്കറിയാം ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ, ഡി, ഇ ആൻഡ് കെ അല്ലേ. എ, ഡി, ഇ, കെ ആണ്. ഓക്കെ, അടക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എ, ഡി, ഇ ശരിയാണോ? ശരിയാണ്. എ, ബി ഒരിക്കലുമല്ല, വാട്ടർ സോളിബിൾ ആണ്. സോ ഓപ്ഷൻ സിയും
റോങ് ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. വി ആർ ഡീലിംഗ് വിത്ത് മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ബോഡിയിൽ ലെസർ ക്വാണ്ടിറ്റിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. സോ മിനറൽസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എസെൻഷ്യൽ ഇനോർഗാനിക് ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ പ്രോപ്പർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫംഗ്ഷനിങ്. നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഫംഗ്ഷനിങ്ങിന് ഇതിനൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഇനോർഗാനിക് കോമ്പണൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ മിനറൽസ് എന്ന് വിളിക്കാം. മിനറൽസിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് മെയിൻറ്റെയിൻസ് ഹെൽത്ത്. നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബിൽഡ് സ്ട്രോങ് ബോൺസ്, നമ്മളെ ബോൺസ് സ്ട്രോങ് ആക്കുന്നത്, അതുപോലെ തന്നെ ബിൽഡ് ചെയ്യുന്നത്. ദെൻ ടീത്ത് ബിൽഡ് ചെയ്യുക, സ്ട്രെങ്തനിങ് ചെയ്യുക. ദെൻ ഫോം ബ്ലഡ് സെൽസ്, അതായത് നമ്മൾ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുക. ദെൻ ഹെൽപ്സ് ഇൻ മെറ്റബോളിക് പ്രോസസ്സസ് ക്ലാസിഫൈഡ് ഇൻ ടു 2. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള തിങ് എന്താണ്, ഇവിടെ ഒരു സ്ലൈറ്റ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. മാക്രോ മിനറൽസ് ആൻഡ് മൈക്രോ മിനറൽസ് ആണ് കേട്ടോ. ഓക്കെ, മാക്രോ മിനറൽസ് ആൻഡ് മൈക്രോ മിനറൽസ് ആണ്, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് അല്ല. ഓക്കെ, സോ മാക്രോ മിനറൽസും മൈക്രോ മിനറൽസും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഹയർ എമൗണ്ടിൽ അല്ലെങ്കിൽ ലെസർ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഏറ്റവും അബണ്ടൻ്റ്ലി ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ് വി കോൾ ഇറ്റ് എസ്, അല്ലെങ്കിൽ മിനറൽസിനെയാണ് വി കോൾ ഇറ്റ് എസ് മാക്രോ മിനറൽസ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് റിക്വയർഡ് ഇൻ ലാർജ് എമൗണ്ട് നോൺ ആസ് മേജർ മിനറൽസ്. അതിന് മേജർ മിനറൽസ് എന്നും കൂടി എന്ത് ചെയ്യും, വിളിക്കും. ഇൻക്ലൂഡ്സ് സോഡിയം, കാൽഷ്യം, ക്ലോറൈഡ്, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഈ കാര്യങ്ങൾ, അതായത് ഇനോർഗാനിക് കോമ്പണൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ സോയിൽ നിന്നോ നമുക്ക് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇനോർഗാനിക് മെറ്റീരിയൽസിനെയാണ് വി കോൾ ഇറ്റ് എസ് മിനറൽസ്. അതെന്താണ്, നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിരിക്കും. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞുള്ള സോഡിയം, കാൽഷ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, ദെൻ സൾഫർ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ബോഡിക്ക് ലെസർ ക്വാണ്ടിറ്റിയിലാണെങ്കിലും അതിൻ്റെ അബണ്ടൻസിൽ അത് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആണ്. ഓക്കെ, ഇനി നമ്മളെ മൈക്രോ മിനറൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട് നോൺ ആസ് മൈനർ മിനറൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ട്രേസ് എലമെൻസും കൂടി വിളിക്കും കേട്ടോ. നമ്മുടെ ബോഡിയിൽ ട്രേസ് എലമെൻസും കൂടി വിളിക്കുന്ന ഒരാൾക്കാരാണെന്ത്, നമ്മുടെ ഈ ഒരു മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് അയൺ, കോപ്പർ, അയഡിൻ, സിങ്ക്, മംഗനീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ബോഡിയിൽ ലെസ്സർ എമൗണ്ടിൽ റിക്വയർഡ് ആയിട്ടുള്ള മിനറൽസ് ആണ്. ഹയർ എമൗണ്ടിൽ റിക്വയർഡ് ആയിട്ടുള്ള മിനറൽസിനെ വി കോൾ ഇറ്റ് എസ് മാക്രോ മിനറൽസ് ഓർ മേജർ മിനറൽസ്. ലെസർ ക്വാണ്ടിറ്റിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മൈനർ മിനറൽസ് അല്ലെങ്കിൽ മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ട്രേസ് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് അയൺ, കോപ്പർ, അയഡിൻ, സിങ്ക്, മാംഗനീസ് ഒക്കെ ട്രേസ് എലമെൻറ്റ്സ് ആണ്. നമ്മൾ സോഡിയം, കാൽഷ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ആൻഡ് സൾഫർ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മേജർ മിനറൽസ് ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നമ്മൾ മേജർ മിനറൽസിനും മൈനർ മിനറൽസിനൊക്കെ എന്ത് ചെയ്തു, നമ്മൾ നോക്കി. സോ അങ്ങനെയാണെങ്കിൽ അവരെ എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക, അതിൻ്റെ ജസ്റ്റ് 2-3 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചേക്കാം. അതിൻ്റെ സിഗ്നിഫിക്കൻസും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ സോഡിയം ഏറ്റവും കൂടുതൽ കാണാൻ സോഡിയം ക്ലോറൈഡ് ഉപ്പിലാണ് കേട്ടോ, സോൾട്ടിലാണ്. ചീസ്, മിൽക്ക്, സോയ സോസിലൊക്കെ നമുക്ക് സോഡിയം കാണാൻ പറ്റും. ഇതെന്താണ്, നമ്മുടെ ബോഡിയിൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബോഡിയിലെ ലിക്വിഡ് പ്രഷർ, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ആണ് അല്ലേ, ബ്ലഡിൻ്റെ ആ ഒരു പ്രഷർ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇന്നറിലുള്ള ഒരു പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ഫ്ലൂയിഡ്സിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കാൽഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ആൽമണ്ട്, കാരറ്റ്, മിൽക്ക്, ഗാർലിക്, ഇതിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറൽ കാൽഷ്യാണ്. വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ കെ ആണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ മസിൽ കോൺസെൻട്രേഷൻ, അതായത് മസിൽ കോൺട്രാക്ഷൻ, മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മുന്നിൽ ഒരുപാട് ജസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ജസ്റ്റേഴ്സൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാൽഷ്യം റിക്വയർഡ് ആണ്. ഇനി നെർവ് ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കണമെന്നുണ്ടെങ്കിലും എന്താണ്, നമുക്ക് അവിടെ നമ്മളെ ഈ ഒരു കാൽഷ്യം റിക്വയർഡ് ആണ്. ഓക്കെ, ഇനി ക്ലോറൈഡിനെ കുറിച്ചാണ്. സോഡിയം ക്ലോറൈഡിൽ ക്ലോറൈഡ് കൂടി ഉണ്ട് അല്ലേ, സോഡിയം മാത്രമല്ല ക്ലോറൈഡും ഉണ്ട്. സോ സോൾട്ടിലും എന്താ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ക്ലോറൈഡ് കാണാൻ പറ്റും. മീറ്റ്, മിൽക്ക്, പീനട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോറൈഡ് കാണാൻ പറ്റും. ഇറ്റ് മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ, നമ്മൾ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലോറൈഡ് ആണ്. pH ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് നമ്മൾ ബ്ലഡിലെ pH കൺട്രോൾ ചെയ്യുന്നത്, അതായത് ബ്ലഡ് സ്ലൈറ്റ്ലി ഒരു അസിഡിക് ആയിട്ടുള്ള നേച്ചറാണ് ബ്ലഡിനുള്ള കേട്ടോ. ആ ബ്ലഡിൻ്റെ ആ സ്ലൈറ്റ് അസിഡിക് നേച്ചർ കൊടുക്കുന്നത് ക്ലോറിൻ ആണ്. ഓക്കെ, സോ അത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ദെൻ മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഹണി, ആൽമണ്ട്സ്, സീ ഫുഡ്,
ട്യൂണ, ദെൻ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ചോക്ലേറ്റ് ആണ് കേട്ടോ, ടോഫീസ് അല്ല, ചോക്ലേറ്റ്സ് അല്ല. ചോക്ലേറ്റ്സിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം എന്താ ചെയ്യുന്നത്, നമ്മളെ ബോൺ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറൽ കൂടിയാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുള്ളൂ, എനർജി പ്രൊഡക്ഷൻ ഫുഡിൽ നിന്ന് പ്രോപ്പർലി നടക്കുള്ളൂ. ഇനി പൊട്ടാഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പൊട്ടാഷ്യം സ്പിനാച്ച്, ആപ്പിൾ, ഓറഞ്ച്, ടൊമാറ്റോ ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇത് കൺട്രോൾസ് നെർവ് ഇമ്പൾസ്, അതായത് നെർവ് ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആൻഡ് മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് മഷ്റൂംസ്, കാഷ്യൂ, മീറ്റ്സ്, ഓട്സ് അല്ലെങ്കിൽ ഓൾ ഗ്രെയിൻസ് കേട്ടോ. ഓൾ ഗ്രെയിൻസ് എന്ന് പറയാം. ഓക്കെ, ഓൾ ഗ്രെയിൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോസ്ഫറസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ബോഡി ഇൻ യൂസസ് ഓഫ് എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ് ആക്ച്വലി ഫോസ്ഫറസ് എന്ന് പറയുന്നത്. എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മഗ്നീഷ്യമാണ്. ഓക്കെ, സോ എനർജി ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മഗ്നീഷ്യമാണ്. എനർജി യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഫോസ്ഫറസ് ആണ്. മേക്സ് ബോൺ ആൻഡ് ടീത്ത് ഹെൽത്തി, അതായത് നമ്മളെ ബോണിനെയും ടീത്തിനെയും ഹെൽത്തിയർ ആയിട്ട് കൊണ്ടുപോകുന്നത് ഫോസ്ഫറസ് ആണ്. ദെൻ വി ആർ മൂവിങ് ടു ദ സൾഫറിനെ കുറിച്ചാണ് പറയുന്നത്. സൾഫർ എന്ന് പറയുന്നത് ചീസ്, എഗ്സ്, നട്ട്സ്, ടേർണിപ്പ് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതായത് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടെ സൾഫർ റിക്വയർഡ് ആണ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് സെൽസ് ഫ്രം ഡാമേജ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസിനെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സൾഫർ എന്ത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ പ്ലാസ്മ മെമ്പറൈനിലൊക്കെ സൾഫറിൻ്റെ ലിങ്കേജസ് കാണാൻ പറ്റും. സൾഫർ ലിങ്ക് ചെയ്തിട്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അയൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് മീറ്റ്, എഗ്സ്, ബീൻസ്, ബേക്ക്ഡ് പൊട്ടാറ്റോയിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഹെൽപ്സ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ബ്ലഡ് സെല്ലാണ്. ആ ബ്ലഡ് സെല്ലിൽ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മളെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി റെഡ് ബ്ലഡ് സെൽസിൽ ഒരു പിഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുക, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർലി നടക്കുക. അപ്പോൾ ആ ഒരു ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൺ റിക്വയർഡ് ആണ്. സോ അതുകൊണ്ടാണ് അയൺ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ എനർജി പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അയൺ കേട്ടോ. ഒന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ കോപ്പർ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, നട്ട്സ്, മസിൽസ്, ഓയിസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. RBC ഫോർമേഷൻ, നെർവസ് സിസ്റ്റം ഫംഗ്ഷനിങ് ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അതായത് RBC ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RBC റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ റെഡ് ബ്ലഡ് സെൽസ് ആക്ച്വലി ഫോം ചെയ്യുന്നത് അയൺ കൊണ്ടാണ് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. നെർവസ് സിസ്റ്റം ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്, നമ്മൾ കോപ്പർ. ഇനി അയഡിൻ ആണ്. അയഡിൻ നമ്മൾ പറഞ്ഞ പോലെ അയഡൈസ്ഡ് സോൾട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ പാക്കറ്റഡ് സോൾട്ടൊക്കെ അയഡൈസ്ഡ് സോൾട്ടാണ്, കാരണം അതിൽ അയഡിൻ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ മൗണ്ടൈൻ റീജിയൻസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ സോയിലൊന്നും അയഡിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. അപ്പം അവർക്ക് അയഡൈസ്ഡ് സോൾട്ടാണ് അവിടേക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം അയഡൈസ്ഡ് സോൾട്ടാണ്. അപ്പോൾ അയഡിൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ സീ ഫുഡ്, സീവീഡ്, സീയിൽ കാണുന്ന പ്ലാന്റ്സ്, സീയിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആനിമൽസ് അല്ലെങ്കിൽ ഫിഷസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി സീ ഫുഡ്സിലൊക്കെ നമുക്ക് അയഡിനാണ് കിട്ടുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ബ്രെയിൻ ഫംഗ്ഷനിങ്. അതായത് നമ്മൾ നെക്ക് റീജിയനിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് മെക്കാനിസം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോയ്ഡ് ഗ്ലാൻഡാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് വേണ്ടിയിട്ടും അതുപോലെ ബ്രെയിൻ ഫംഗ്ഷനിങ് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു അയഡിനാണെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ സിങ്കിനെ കുറിച്ചാണ് പറയുന്നത്. സിങ്ക് എന്ന് പറയുന്നത് ചിക്കൻ, കാഷ്യൂ, ആൽമണ്ട്, പീനട്ട് ഇതിലൊക്കെ നമുക്ക് സിങ്ക് കാണാൻ പറ്റും. സിങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. എയ്ഡ്സ് ഇൻ വൂണ്ട് ഹീലിംഗ്, നമുക്ക് എന്തെങ്കിലും മുറിവുകൾ പറ്റിയാൽ അതിന് വൂണ്ട് ഹീൽ ചെയ്യാൻ, അതുപോലെ തന്നെ സപ്പോർട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിങ്കാണ് ചെയ്യുന്നത്. ഇനി മാംഗനീസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മാംഗനീസ് മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ആൻഡ് കൺട്രോൾ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതായത് നമ്മുടെ നെർവ്സിൽ നടക്കുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അതായത് സിഗ്നൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മാംഗനീസാണ്. മാംഗനീസ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക സെറിയൽസ്, ഗ്രെയിൻസിലാണ്. ദെൻ നമ്മൾ വെജിറ്റബിൾസ്, നട്ട്സ്, ഓയിൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മിനറൽ ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് പ്രോപ്പർ മസിൽ ആൻഡ് നെർവ് ഫംഗ്ഷൻ. അതായത് മസിലിനും അതുപോലെ തന്നെ നെർവ് ഫംഗ്ഷനിങ്ങിനും പ്രോപ്പറായിട്ട്, അതായത് രണ്ടും റിക്വയർഡ് ആയിട്ടുള്ളത് ആരാണ് നോക്കാം. മസിൽ കോൺട്രാക്ഷനും നെർവ് ഫംഗ്ഷനും പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, കാൽഷ്യമാണ് അല്ലേ. സോ കാൽഷ്യം എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ, ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ കാൽഷ്യമാണ് നമ്മൾ പ്രോപ്പർ
മസിൽ കോൺട്രാക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു നെർവ് ഫംഗ്ഷനിങ്ങും പ്രോപ്പർലി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഇൻ വിച്ച് മിനറൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. അതായത് ബോഡിയിൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? എനർജി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം, എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. എനർജി ഫ്രം ദ ഫുഡ് എന്ന് പറയുന്നത് മഗ്നീഷ്യാണ്. പക്ഷേ നമ്മളെ ബോഡി യൂസേജ് ഓഫ് എനർജി കൺട്രോൾ ചെയ്യുന്നത് ഫോസ്ഫറസ് ആണെന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റനിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്ത് വരാം ഓപ്ഷൻ എ മഗ്നീഷ്യാണ് കേട്ടോ. മഗ്നീഷ്യാണ് ഓപ്ഷൻ എ വരാം. ഫോസ്ഫറസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ബോഡി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ. ഇനി വിച്ച് മിനറൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാരിങ് ഓക്സിജൻ ഇൻ അവർ ബ്ലഡ്. അതായത് നമ്മുടെ ബോഡിയിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് RBC അല്ലേ. RBCയിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞു. ആരാണ്? അയൺ ആണ്. സോ അയൺ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ഉണ്ടാവും. ഒന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. സീവീഡ്സ് ആൻഡ് സീ വാട്ടർ ആർ സോഴ്സസ് ഓഫ് അയഡിൻ. നമ്മൾ പറഞ്ഞു അല്ലേ, സീവീഡ്സിലും സീ വാട്ടറിലും നമുക്ക് അയഡിൻ കാണാൻ പറ്റും. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സോ നമ്മുടെ ആൻസർ അല്ല. ഇനി പ്രോട്ടീൻ റിച്ച് ഫുഡ് ലൈക്ക് മീറ്റ്, ഫിഷ്, പോൾട്രി ആർ ഗുഡ് സോഴ്സ് ഓഫ് ഫോസ്ഫറസ്. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീറ്റ്, ഫിഷ്, അതുപോലെ തന്നെ പോൾട്രി ആർ ഗുഡ് സോഴ്സസ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയാം. അപ്പോൾ ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടേക്കാണ്? നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് നമുക്ക് മഷ്റൂം, കാഷ്യൂ, മീറ്റ്, ഓട്സ്, വോൾ ഗ്രെയിൻസ് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റൻ അല്ലേ പറഞ്ഞുള്ളത്. മീറ്റ്, ഫിഷ്, പോൾട്രി ഗുഡ് സോഴ്സസ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതുകൊണ്ടും റോങ് ആണ് കേട്ടോ. അപ്പോൾ പോൾട്രി എന്ന് പറഞ്ഞാൽ ചിക്കൻ മീറ്റ് ആണ് കേട്ടോ. ചിക്കൻ, ഡക്ക് ഇതൊക്കെയാണ് ബേർഡ്സിന് നമ്മൾ റിയർ ചെയ്യുന്നതിനാണ് നമ്മൾ പോൾട്രി ഫാമിംഗ് എന്ന് വിളിക്കുക. ഫിഷ്, മീറ്റ് ഇതിലൊക്കെ നമുക്ക് ഫോസ്ഫറസ് കാണാൻ പറ്റും. ഇനി സെറി ഗ്രെയിൻസ് ഡു നോട്ട് പ്രൊവൈഡ് ഫോസ്ഫറസ്. അതായത് സെറിയൽ ഗ്രെയിൻസ് ഫോസ്ഫറസ് തരുന്നില്ല എന്ന് പറയുന്നത് ആക്ച്വലി അത് റോങ് ആണ്. സെറിയൽ ഗ്രെയിൻസ് അതുപോലെ തന്നെ വോൾ ഗ്രെയിൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോസ്ഫറസ് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇറ്റ്സ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഇനി ഡ്രൈഡ് ബീൻസ് ആൻഡ് എഗ് കണ്ടെയ്ൻസ് അപ്രീഷിയബിൾ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ്. അതായത് ഡ്രൈഡ് ആയിട്ടുള്ള ബീൻസ്, എഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്രീഷിയബിൾ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫോസ്ഫറസിൽ എന്ത് ചെയ്യാം നമുക്ക് എഗ് ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രെയിൻസ്, ഡ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡ്രൈഡ് ബീൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും കേട്ടോ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതും റോങ് ആണ്. സോ ഓപ്ഷൻ സി തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് എനർജി തരുന്ന, നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോഡി ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനെ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. പ്രോട്ടീനെ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്നാണ് വിളിക്കുക. പ്രോട്ടീൻ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്നാണ് വിളിക്കുക, പ്രോട്ടീൻ. ഓക്കെ, ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റുകളെ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ദെൻ ഫാറ്റൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, എനർജി തരുന്നത്. അപ്പോൾ എനർജി തരുന്ന ആളുകളെ നമ്മൾ എനർജി ഗിവിങ് ഫുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, എനർജി ഗിവിങ് ഫുഡ്സ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അവരെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നാണ് ആരെ വിളിക്കുക, നമ്മളെ ആരെ വിളിക്കും, വൈറ്റമിൻസിനെയും മിനറൽസിനെയും നമ്മൾ കോമൺലി വിളിക്കുന്നതാണ്. സോ ഇവരൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫങ്ഷനിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫങ്ഷനിങ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ബോഡി റിപ്പയറോ ഗ്രോത്തോ എനർജി ഒന്നും തരാതെ നമ്മളെ ഫുഡിൽ കഴിക്കുന്ന സർട്ടൺ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ നോൺ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. സോ നോൺ ന്യൂട്രിയൻസിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള 2 എക്സാമ്പിളാണ്. വൺ ഈസ് ഡയറ്ററി ഫൈബർ ആൻഡ് അതർ വൺ ഈസ് വാട്ടർ. സോ ഡയറ്ററി ഫൈബറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ നോൺ ന്യൂട്രിയൻ്റ് ആണ് കോമ്പണൻറ്റ് ഓഫ് ഫുഡ്. അതായത് നമ്മളെ ഫുഡിലുള്ള എസെൻഷ്യൽ നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് നമ്മളെ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. ഓൾസോ കോൾഡ്, ഇതിനെ നമ്മൾ ഓൾസോ എന്തുകൂടി വിളിക്കാറുണ്ട്, നമ്മൾ ഹയർ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് റഫേജ് എന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ റഫേജ് എന്ന് പറഞ്ഞാലും ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാലും ഫൈബർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഫുഡിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫൈബർ, ഡയറ്ററി ഫൈബർ, റഫേജ് സെയിം ആണ്. ഇനി ഇറ്റ് നീഡഡ് ഫോർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ബവൽ പ്രിവെൻറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ
അൺഡൈജസ്റ്റഡ് ഫുഡ് പ്രോപ്പർലി നമ്മളെ ബവൽ മൂവ്മെൻറ്റ് പ്രോപ്പർലി നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡിഫിക്കേഷൻ പ്രോസസ്സ് പ്രോപ്പർലി നടക്കാത്ത കണ്ടീഷനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മളെ അൺഡൈജസ്റ്റഡ് ഫുഡ് നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്ട് ത്രൂ പുറത്തേക്ക് പോകുന്നില്ല. ഈ ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് വിളിക്കുക, മലബന്ധം എന്ന് വിളിക്കും. സോ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഡയറ്ററി എമൗണ്ട്, അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡയറ്ററി ഫൈബർ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം? റിക്വയർഡ് ആണ്. ഈ ഫൈബറിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മളെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നമ്മൾ സ്മൂത്ത് മൂവ്മെൻറ്റ് ബവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജേർണി, അതായത് ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിൽ നടക്കുന്ന മൂവ്മെൻറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബവൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. അൺഡൈജസ്റ്റഡ് ഫുഡിനെയാണ് നമ്മൾ ബവൽ എന്ന് വിളിക്കുക. സോ ആ ബവൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ മൂവ്മെൻറ്റ് ആക്ച്വലി കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്ററി ഫൈബർ റിക്വയർഡ് ആണ്. കാരണം സ്മൂത്ത് മൂവ്മെൻറ്റ് അതിലൂടെ അൺഡൈജസ്റ്റഡ് ഫുഡിൻ്റെ പ്രോപ്പർ മൂവ്മെൻറ്റ് നടക്കണം. ഈ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും വോൾ ഗ്രെയിൻസ്, നമ്മളെ വീറ്റ്, റൈസ്, ഇതിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെൻറ്റിൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡയറ്ററി ഫൈബറിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡയറ്ററി ഫൈബറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നുള്ളത്. വൈ ഷുഡ് വി ഹാവ് ഡയറ്ററി ഫൈബേഴ്സ് ഇൻ അവർ ഫുഡ്? അതായത് നമ്മുടെ ഫുഡിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറ്ററി ഫൈബർ വേണ്ടത്? ഫൈബേഴ്സ് പ്രൊവൈഡ് മച്ച് മോർ എനർജി. നമുക്ക് എനർജി തരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആണ് നമുക്ക് തരുന്നത്. ഇനി ഫൈബേഴ്സ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസ്. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ആക്ച്വലി ഫൈബർ അല്ലല്ലോ, നമ്മൾ വൈറ്റമിൻസ് മിനറൽസ് ആണ്. സോ ഇതും റോങ് ആണ്. ഇനി ഫൈബേഴ്സ് ഹെൽപ്പ് ടു ഗെറ്റ് റിഡ് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് അൺഡൈജസ്റ്റഡ് ഫുഡിനെ റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഈ ഫൈബറിന് വേറൊരു പെക്യുലാരിറ്റി കൂടി ഉണ്ട്. ഫൈബർ എന്ത് ചെയ്യും? വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബോഡിയുടെ ഫുഡിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാനും കൂടി നമ്മൾ ഡയറ്ററി ഫൈബർ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫൈബേഴ്സ് ഹെൽപ്പ് ഇൻ വാട്ടർ റിട്ടൻഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? വി ഹാവ് ഡയറ്ററി ഫൈബർ ഇൻ അവർ ബ്ലഡ്. അതായത് നമ്മൾ ഫുഡിൽ എന്തുകൊണ്ടാണ് ഡയറ്ററി ഫൈബർ വേണ്ടത് എന്നുള്ളത് എന്താണ്? നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വാട്ടർ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ഡ്രിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ വാട്ടർ റിട്ടൻഷനും അതിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പം കംപ്ലീറ്റ്ലി റോങ് അല്ല. പക്ഷേ ഇതിൽ നമ്മൾ രണ്ട് ഓപ്ഷൻസൊക്കെ കറക്റ്റ് വരുന്ന സമയത്ത് മോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു വാട്ടർ ആണെന്ന് പറഞ്ഞു. വാട്ടർ എന്താണെന്നുള്ളത് നോക്കാം. എസെൻഷ്യൽ നോൺ ന്യൂട്രിയൻ കോമ്പണൻറ്റ് ഓഫ് ഫുഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ, സർക്കുലേഷൻ, വേസ്റ്റ് റിമൂവൽ. അതായത് നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ട്, സർക്കുലേഷന്, ഡൈജഷന്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്താ വാട്ടർ എന്ന് പറയുന്നത്. നോൺ ന്യൂട്രിയൻ്റ് ആണ്. നമുക്ക് ഗ്രോത്തിന്, റിപ്പയറിന്, ബോഡി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ, ഇതിനൊന്നും നമ്മൾ ആ വാട്ടർ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് നോൺ ന്യൂട്രിയൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ കീപ്പ് us ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. ഇറ്റ് ക്യാരീസ് ന്യൂട്രിയൻസ് ടു ദി സെൽ ആൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാട്ടർ. അപ്പോൾ നമ്മൾ സ്വെറ്റിങ് നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ വേണം. സോ ഇതൊക്കെ എന്താണ്? നമ്മുടെ റെഗുലേഷൻ, ബോഡിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടർ നോൺ ന്യൂട്രിയൻ്റ് ആണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. എനർജി തരുന്നില്ല. നമ്മൾ ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് അവർ ബോഡി ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ത്രോയിങ് ഔട്ട് ഓഫ് സം വേസ്റ്റ് ഫ്രം ബോഡി ആസ് യൂറിൻ ആസ് സ്വെറ്റ്. അതായത് യൂറിൻ ആയിട്ടും സ്വെറ്റ് ആയിട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ, ലൈക്ക് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട് അല്ലേ, അതിനൊക്കെ നമുക്ക് സോളിബിൾ ആക്കണമെന്നെങ്കിൽ, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ റിക്വയർഡ് ആണ്. സോ വാട്ടർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് അവർ ബോഡി ടു അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്ലഡിലുള്ള വാട്ടറാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. ഇതെല്ലാം നമുക്ക് ലെസ്സർ ക്വാണ്ടിറ്റിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ആളുകളാണ് വൈറ്റമിൻസും മിനറൽസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ലെസ്സർ ക്വാണ്ടിറ്റിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ആളുകൾ അഡ്വക്കേറ്റ് എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമുക്ക് ഡിഫിക്കൽട്ടീസ് വരും അല്ലേ, അതിനാണ് നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് വിളിക്കുന്നത്. സോ ഡെഫിഷ്യൻസി ഡിസീസിന് നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ നമുക്ക് ഡിം ലൈറ്റിൽ എന്ത് ചെയ്യില്ല? നമുക്ക് കണ്ണ് കാണില്ല. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ബിയുടെ രണ്ട് തരത്തിലുള്ള, വൈറ്റമിൻ ബിയിൽ മൂന്നെണ്ണം നമ്മൾ മേജർലി പറഞ്ഞിട്ടുണ്ട്. അത് മേജറായിട്ട് വരുന്നതാണ് മൗത്ത് സോഴ്സ് എന്ന് പറയുന്നത്. പുണ്ണെന്നൊക്കെ വിളിക്കും നമ്മൾ മലയാളത്തിൽ. അതെന്താ സംഭവിക്കുക? ലേഷൻസ്, നമ്മുടെ മൗത്തിൽ സർട്ടൻ ലേഷൻസ് വരും. അത് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത്. ഇനി ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ ഒരു ടിംഗ്ലിങ് പോലെ, അതായത് നമുക്ക് നാവിൽ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് കാണാം.
ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് കാണാം. ഇതിനെയാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുക. ഒരു വൈറ്റ് കളറിലാണ് കാണാൻ പറ്റുക. സ്വോളൻ ടങ് ആൻഡ് ടിംഗ്ലിംഗ് ഓൺ ടങ് സ്കിൻ, അതായത് ടങ് സ്കിന്നിൽ ടിംഗ്ലിംഗ് കാണാം. അതുപോലെ തന്നെ സ്വോളൻ ടങ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് അത് നമ്മൾ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസിയാണ്, ഗ്ലോസിറ്റീസ് ആണ്. ഓക്കെ, ഇനി വൈറ്റമിൻ B1 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഗ്രൂപ്പാണ്. സോ അതിൽ തന്നെ പെർട്ടിക്കുലർ B1 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. ആ B1 എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ടാക്കുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ബെറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ബി നെർവ് ഫംഗ്ഷനിങ് ആണ് പ്രോപ്പർലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ബെറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നെർവ് ഫംഗ്ഷനിങ് പ്രോപ്പർ ആവില്ല. സ്വെല്ലിങ്, ടിംഗ്ലിങ്, ബേണിങ്, സെൻസേഷൻ ഓഫ് ഫീറ്റ്, ഹാർട്ട്, ട്രബിൾ ഇൻ ബ്രീത്തിങ്, നമ്മളെ ബ്രീത്തിങ് ഒക്കെ ട്രബിളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ അതാണ് ബെറി എന്ന് പറയുന്ന കണ്ടീഷൻ. സോ ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്ന ഡിസീസാണ് ആക്ച്വലി സ്കർവി എന്ന് പറയുന്നത്. സ്കർവി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീത്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു മോണയ്ക്കാണ് ഗംസ് എന്ന് വിളിക്കുക. സോ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാം. സർട്ടൻ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആക്ച്വലി വൈറ്റമിൻ സി എന്ന് പറയുന്ന വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് വരുന്നത്. സോ പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസിൽ ബ്ലീഡിങ് ഉണ്ടാവുക, പസ് ഉണ്ടാവുക, നീര് ഉണ്ടാവുക, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ ബ്ലീഡിങ് ഗംസ് അല്ലെങ്കിൽ സ്കർവ് എന്ന് വിളിക്കുന്നത്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. റിക്കറ്റ്സിൽ എന്താണ് ഉണ്ടാവുന്നത്? റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോൺ, അതായത് എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഗ്സിലെ ബോൺ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്യുക. ഇത് വൈറ്റമിൻ ഡി ആണ് നമ്മളെ കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ കാൽഷ്യം, നമ്മുടെ ഫുഡിലെ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാൽഷ്യം അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം കാൽഷ്യത്തിൻ്റെ പെക്യുലാരിറ്റിയാണ് നമ്മുടെ ബോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ടീത്ത്, ഇതിനെയൊക്കെ പ്രോപ്പർ ഫംഗ്ഷനിങ് ചെയ്യാതെ തന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാൽഷ്യമാണ്. അപ്പോൾ കാൽഷ്യം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ബോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് പ്രോപ്പർലി നടക്കില്ല. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡിസീസാണ് ഉണ്ടാവുക. ബ്രിട്ടിൽ ആൻഡ് ബെൻഡ് ബോൺസ് ആണ്, അങ്ങനെയുള്ള ഇൻഫൻസിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി അയൺ ഡെഫിഷ്യൻസിയാണ് നമ്മൾ പറഞ്ഞു. അയൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ട്രാൻസ്ഫർ ഓഫ് ഓക്സിജന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർലി നടന്നില്ലെങ്കിൽ നമുക്ക് എനർജി പ്രൊഡക്ഷൻ നടക്കില്ല. എനർജി പ്രൊഡക്ഷൻ വേണ്ടി ഓക്സിജൻ റിക്വയർഡ് ആണ്. സോ എനർജി പ്രൊഡക്ഷൻ പ്രോപ്പർലി നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനർജി പ്രൊഡക്ഷൻ പ്രോപ്പർലി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റിക്കില്ല, നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സെൽസ് പ്രോപ്പർലി ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അയൺ ഇല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബോഡി ഒരു പെയിൽ കളറാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫാറ്റിക് അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണം അല്ലെങ്കിൽ തളർച്ചയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് വിളിക്കും. ഓക്കെ, സോ അനീമിയാണ് ലാക്ക് ഓഫ് ബ്ലഡ് പെയിൽനെസ്, അതായത് ബ്ലഡിലെ പെയിൽനെസ് വരാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് വിളിക്കുന്നത്. ഇനി അയഡിൻ എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് റിക്വയർഡ് ആയുള്ള ഒരു മിനറലാണ് അയഡിൻ എന്ന് പറഞ്ഞു. സോ അയഡിൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഒരു ത്രോട്ട് റീജിയൻ സ്വള്ളനാവും. ആ സ്വള്ളൻ ത്രോട്ടിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് ഗോയിറ്റർ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസായിട്ട് പറയുന്നത് കേട്ടോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്കിൻ്റെ ഈ റീജിയനിലാണ് നമുക്ക് സ്വെല്ലിംഗ് കാണാൻ പറ്റും. ഈ ഒരു റീജിയനിലാണ് നമുക്ക് സ്വെല്ലിംഗ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫ്ലോ ചാർട്ട് ക്വസ്റ്റൻ ആണ്. സോ ഇതിൽ ഓരോന്നും ആരൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം. ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് കാറ്റഗറീസ് ഫുഡ് ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്, അതായത് അവരുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്. പ്രൊവൈഡ്സ് എനർജി ടു ദി ബോഡി, അതായത് ബോഡിക്ക് എനർജി തരുന്നുണ്ടോ? യെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന രണ്ടാളുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്, ഒന്നെന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ്, രണ്ടാമതായുള്ള ആൾ ഫാറ്റ് ആണ്. സോ ആരെങ്കിലും ഒരാളായിരിക്കും എക്സ് ആയിട്ട് വരാം. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്, നമ്മൾ ഡിസീസിൽ നിന്നെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ആണ് അവിടെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും എല്ലാം എന്നാണ് പറയുന്നത്. നോ ആണ്, അങ്ങനെയാണെങ്കിൽ വൈ ആണ്. അപ്പോൾ നോ ആണെങ്കിൽ നോ ആണ്. അപ്പം പ്രൊട്ടക്റ്റീവ്, അതായത് നമുക്ക് എനർജി തരുന്നില്ല, നോ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫുഡാണെന്ന് ചോദിക്കുന്നുണ്ട്, അതുമല്ല. അങ്ങനെയാണെങ്കിൽ വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈ ആരായിരിക്കും? പ്രോട്ടീൻ ആയിരിക്കും കേട്ടോ. വൈ പ്രോട്ടീൻ ആയിരിക്കും. പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലല്ലോ, പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ല. അപ്പം വൈ ആണ്, വൈ പ്രോട്ടീൻ ആണ്. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണ്, യെസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനോർഗാനിക് എലമെൻറ്റ്സ് ആണ്. ഇനോർഗാനിക് എലമെൻറ്റ്സ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിലെ നമ്മൾ എന്താ വിളിക്കുക, മിനറൽസ് എന്നാണ് വിളിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ യെസ് എന്നാണെങ്കിൽ സെഡ് മിനറൽ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൈ സെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കണം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിയണം. ഓക്കെ, എക്സ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ്, ശരിയാണോ? ഇത് ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസർ അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല നമ്മൾ ആൻസർ. സോ ഇതല്ല ആൻസർ. വൈ ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് റിപ്പയർ, വൈ എസെൻഷ്യൽ ആണ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ, പ്രോട്ടീൻ അല്ലേ. ഇപ്പോൾ പ്രോട്ടീൻ റിക്വയർഡ് ആണ്. സോ ഇതും റോങ് ആണ്, കറക്റ്റ് ആണ് അവിടെ പറഞ്ഞത്, ഇൻകറക്റ്റ് അല്ല. ഇനി സെഡ് ഈസ് റിക്വയർഡ് ഫോർ പ്രോപ്പർ നെർവ് ഫംഗ്ഷൻ, അതായത് സെഡ് പ്രോപ്പർ നെർവ് ഫംഗ്ഷന് റിക്വയർഡ് ആണെന്ന് പറയുന്നത്. മിനറൽസിൽ തന്നെ പ്രോപ്പർ നെർവ് ഫംഗ്ഷന് വേണ്ടി ഒരു കാൽഷ്യം റിക്വയർഡ് ആണ്.
അതുപോലെ തന്നെ ഫോസ്ഫറസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, മാംഗനീസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇത് പ്രോപ്പർ നെയിം ഫംഗ്ഷനിങ്ങിന് നമുക്ക് റിക്വയർഡ് ആണ് മിനറൽ. അപ്പം അതും കറക്റ്റാണ്, സോ റോങ് ആണ്. വൈ ഈസ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി? വൈറ്റമിൻ ആണോ? വൈ എന്ന് പറയുന്നത് വൈറ്റമിൻ ആണോ? പ്രോട്ടീൻ ആണ്. വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആണെന്ന് പറയുന്നത്, സോ റോങ് ആണ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ത് പറയാം, ഈസിലി പറയാം. ആൻസർ ഏതായിരിക്കും? ആൻസർ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ഏതാ വരാം? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തതും ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണോ എന്നാണ് ആദ്യം ആ ഫ്ലോ ചാർട്ടിൽ നോക്കുന്നത്. അപ്പം നോ ആണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അല്ല. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. അതിൽ പ്രൊവൈഡ്സ് എനർജി, ബോഡിക്ക് എനർജി തരുന്നുണ്ടോ, എന്നാൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ എനർജി തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനർജി തരുന്നുണ്ട്, സോ യെസ് ആണ്. സോ ആരായിരിക്കും ഇവിടെ? കാർബോഹൈഡ്രേറ്റോ അതോ അല്ലെങ്കിൽ ഫാറ്റോ ആയിരിക്കും എക്സ് ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ എക്സ് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ഓർ ഫാറ്റ് ആണ്. ഇനി ഇനോർഗാനിക് എലമെൻറ്റ്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻസ് ആണ്. ഇനോർഗാനിക് എലമെൻറ്റ്സ് അല്ലാത്ത പ്രൊട്ടക്റ്റീവ് ഫുഡ് ആരാണ്? വൈറ്റമിൻസ് ആണ്. ഇവിടെ യെസ് എന്നാണ് കൊടുത്തുള്ളത്. അപ്പം വൈറ്റമിൻസോ മിനറൽസോ ആയിരിക്കും ഇവിടെ വരാനുള്ളത്. അപ്പോൾ ഇവിടെ വൈറ്റമിൻസ് ഓൾറെഡി വന്നു, അപ്പോൾ സെഡ് ആയിരിക്കും? മിനറൽസ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടെത്താന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ എയിം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇൻ റെഫർ ടു ദ ഗിവൺ ഫ്ലോ ചാർട്ട്, ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് എക്സ് വൈ സെഡ് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യും വേണം. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എക്സ് ഇസ് ഫോംഡ് ഇൻ ലീവ്സ് ഓഫ് പ്ലാന്റ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ലീവ്സിൽ ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഈസ് എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സ് കാർബോഹൈഡ്രേറ്റ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, സോ റോങ് ആണ് ആൻസർ. നമുക്ക് നോക്കാം. സെഡ് ഈസ് എസെൻഷ്യൽ ഫോർ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നോർമൽ ഫംഗ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിന് അയഡിൻ റിക്വയർഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. അയഡിൻ ഒരു മിനറൽ ആണ്, സോ അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, സോ റോങ് ആൻസർ ആണ് അതും. ഇനി കൺസപ്ഷൻ ഓഫ് എക്സസ് ഓഫ് വൈ, അതായത് എക്സസ് വൈ നമ്മൾ കൂടി അല്ലെങ്കിൽ വൈറ്റമിൻസ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഒബേസിറ്റി ആൻഡ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്. അതായത് ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഇൻടേക്ക് കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസസ് വരുന്നത് ഫാറ്റിന്, കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ബോഡിയിൽ ബ്ലഡിൽ കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഡിസീസസ് ഒക്കെ വരുന്നത്. സോ വൈ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വൈറ്റമിൻ അല്ലേ, സോ അത് ഇൻകറക്റ്റ് അല്ലേ? വൈനെ കുറിച്ച് ഇൻകറക്റ്റ് അല്ലേ? വൈറ്റമിൻ അല്ലല്ലോ, വൈറ്റമിനെ കുറിച്ചല്ലല്ലോ ഇവിടെ പറഞ്ഞത്, ഫാറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ്സ് വൈ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ഓപ്ഷൻ ഡി നോക്കാം. സെഡ് ഇൻ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബോഡി, അതായത് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വേണ്ടി ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അയൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അയണിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അയൺ ഒരു മിനറൽ ആണ്, സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ അതേപോലെ തന്നെ റിലേറ്റ് ചെയ്തുള്ള അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ എക്സ് വൈ ആൻഡ് സെഡ് ആൻഡ് ഇൻ ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ഇവിടെയും ഇൻകറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കാം. പ്രൊവൈഡ്സ് എനർജി ടു ദ ബോഡി, ബോഡിയിൽ എനർജി തരുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇവിടെ? കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ആയിരിക്കും അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഓർ ഫാറ്റ് ആയിരിക്കും ഇവിടെ വരാം. ഇനി നമുക്ക് എനർജി തരുന്നില്ല അല്ലേ, അടുത്ത ഈ ഒരു ആളാണെങ്കിൽ എനർജി തരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ആയിരിക്കും അവിടെ ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കാം. പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് റിപ്പയർ ചെയ്യുന്നുണ്ടോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ഇയാൾ പ്രോട്ടീൻ ആയിരിക്കും. ഗ്രോത്തിനും റിപ്പയറിനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? പ്രോട്ടീനാണ്. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡാണോ ഇത്? ഗ്രോത്തും റിപ്പയറും നോ ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫുഡാണെന്നോ ചോദിക്കുന്നത്? യെസ് എന്നാണെങ്കിൽ ഇവിടെ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ആണ് വരിക അല്ലേ. വൈറ്റമിൻസ് ഓർ മിനറൽസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. സോ ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടേണ്ടത് കേട്ടോ. ഹയർ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സോ സെഡ് എന്ന് പറയുന്നത് വൈറ്റമിൻസോ മിനറൽസോ ആണ് പഠിച്ചു, മനസ്സിലാക്കി. എക്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഓർ ഫാറ്റ് ആണ്, വൈ പ്രോട്ടീൻ ആണ്. സിമ്പിളാണ്. ഇനി നമുക്ക് നോക്കാം. എക്സ് ഈസ് കാർബോഹൈഡ്രേറ്റ്, ശരിയാണല്ലോ. അപ്പോൾ ഇൻകറക്റ്റ് അല്ല, സോ അത് റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ്. വൈ ഇസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ, വൈ പ്രോട്ടീൻ്റെ സോഴ്സ് ആണെന്ന് പറയുന്നത്, അതും ശരിയാണ്. സോ റോങ് ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം. സെഡ് ഈസ് എ മേജർ കോമ്പണൻറ്റ് ഫോർ ബോഡി ബിൽഡിങ്ങിന് മേജർ ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് സെഡ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡിങ്ങിന് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? പ്രോട്ടീൻ അല്ലേ. സോ പ്രോട്ടീനെ കുറിച്ചാണോ നമ്മൾ സെഡ് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞത്? അല്ല, വൈറ്റമിൻസോ മിനറൽസ് ആണ് പറഞ്ഞത്. അപ്പം ഇതെന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെയും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഡെഫിഷ്യൻസി ഓഫ് സെഡ് ക്യാൻ ലീഡ് ടു സ്റ്റണ്ടഡ് ഗ്രോത്തിന് വേണ്ടി ലീഡ് ചെയ്യാം. സോ ഡെഫിഷ്യൻസി എന്താണ്? വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ.
വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയിൽ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റണ്ടഡ് ഗ്രോത്ത് വരുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് സെഡ് ക്യാൻ ലീഡ് ടു സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് നമ്മൾ ആൻസർ ആയിട്ട് വരില്ല, അപ്പം റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ നമ്മൾ ഓപ്ഷൻ സി ആണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യുന്നത്. അംല എന്ന് പറയുന്നത് ഗൂസ്ബെറി ആണ്, നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് വൈറ്റമിൻ സി ആണ്. സോ വൈറ്റമിൻ സി ആണ് അത് കറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്, മാച്ച് ആവുന്നത് കേട്ടോ. അത് കറക്റ്റ്ലി മാച്ചായി. ഇനി സോൾട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന 2 മിനറൽസ് ആണ്. അത് അല്ലാതെ നമ്മൾ അയഡൈസ്ഡ് സോൾട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അയഡിൻ കാണാൻ പറ്റും. സോ സോൾട്ടിൽ അയഡിൻ കാണാൻ പറ്റും. സോ അയഡിനിലേക്കാണ് കറക്റ്റ്ലി മാച്ച് ആവുന്നത്. എഗ് യോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എഗ്ഗിൻ്റെ ഇൻസൈഡ് ആയിട്ട് അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോയിഷ് പാർട്ടാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. വൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഏരിയയാണ് നമ്മൾ എഗ് ആൽബുമിൻ എന്നാണ് വിളിക്കുക കേട്ടോ. എഗ് ആൽബുമിനിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് കാണാൻ പറ്റുക. പക്ഷേ എഗ് യോക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻസും അതുപോലെ തന്നെ ഫാറ്റും ആണ് കാണാൻ പറ്റുക. സോ വൈറ്റമിൻ എ ആയിരിക്കും അതിലെന്ത് ചെയ്യാൻ പറ്റും, എഗ് യോക്കിൽ. യെസ്, നമുക്ക് പ്രോട്ടീനും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ അത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ ലെസർ എമൗണ്ടിൽ നമുക്ക് എഗ് യോക്കിലും എഗ് ആൽബുമിനിലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രോട്ടീൻ ആയിരിക്കും ഇതിൽ കറക്റ്റായിട്ട് വരാം. ക്യാരറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ എ കാണാൻ പറ്റും കേട്ടോ. വൈറ്റമിൻ എ ആണ് ക്യാരറ്റിൽ കാണാൻ പറ്റുക. സോ വൈറ്റമിൻ എ ആണ് ക്യാരറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഓപ്ഷനായിട്ട് വരാം. സോ കറക്റ്റ് മാച്ചിങ് നടന്നു. എ ആർ ആണ്. എ ആർ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉള്ളത്. സോ എയും ഡിയും റോങ് ആണ്. എ ആർ എന്ന് പറയുന്നത് ബിയും സിയും ആണ്. സോ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബി എസ് എന്ന് പറയുന്നുണ്ട്. ബി 2ഉം എസ് ആണ് പറയുന്നത്. സോ 2ഉം കറക്റ്റാണ്. എ ആർ 2ഉം കറക്റ്റാണ്. ഇനി സി ക്യൂ ആണോ, സി ഏതാണ്, സി പി ആണ് വരുന്നത് അല്ലേ. സി പി അല്ല വരുന്നത്, സി പി ആണ് വരുന്നത്. സോ സോറി, സി ക്യൂ ആണ് വരുന്നത് അല്ലേ. സോറി സി ക്യൂ ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സി ക്യൂ ആൻഡ് ഡി പി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി റോങ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് കാറ്റഗറൈസസ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ്. അതായത് ബേസ്ഡ് ഓൺ ദെയർ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാറ്റഗറൈസ് ചെയ്യണം, നമ്മൾ ചെയ്യണം. ആദ്യം നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ല. പ്രൊട്ടക്റ്റീവ് ഫുഡ് അല്ലെങ്കിൽ ആരാണ്, വൈറ്റമിൻസ് അല്ല, മിനറൽസും അല്ല. യെസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇനോർഗാനിക് എലമെൻറ്റ്സ് ആണ് ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ ഇനോർഗാനിക് എലമെൻറ്റ്സ് ആരായിരിക്കും, ഇനോർഗാനിക് എലമെൻറ്റ്സ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ ആരാണ്, മിനറൽസ് ആണ്. ഇതാരായിരിക്കും അപ്പോൾ, നോ ആണെങ്കിൽ വൈറ്റമിൻസ് ആണ്. സോ വൈറ്റമിൻസ് ആണ് ഇവിടെ വരാം. അപ്പോൾ വൈ വൈറ്റമിൻസ് ആണ്, സെഡ് മിനറൽസ് ആണ്, എക്സ് പ്രൊവൈഡ് എനർജി ടു ദ ബോഡി. അതായത് പ്രൊട്ടക്റ്റീവ് ഫുഡല്ല, എനർജി തരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഇവിടെ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റും തന്നെയാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റും ഫാറ്റും തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. വൈ ക്യാൻ ലീഡ് ടു ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി വൈറ്റമിൻസ് കാരണം ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ നമ്മൾ പഠിച്ചതാണ്. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ റോങ് ആണ്. സെഡ് ഈസ് എസെൻഷ്യൽ ഫോർ ബോൺ ഹെൽത്ത്. ബോൺ ഹെൽത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് സെഡ് എന്ന് പറയുന്നത്. സെഡ് എന്താണ്, മിനറൽസ് ആണ് അല്ലേ. അതിൽ തന്നെ കാൽഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇതും കറക്റ്റാണ്. സോ റോങ് ആണ്. ഇനി എക്സ് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിൻ്റെ റിച്ച് സോഴ്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് കാർബോഹൈഡ്രേറ്റ് ഓഫ് ഫാറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. കൺസംഷൻ ഓഫ് എക്സസ് എക്സ് ക്യാൻ ലീഡ് ടു വെയിറ്റ് ഗെയിൻ. അതായത് വെയിറ്റ് ഗെയിൻ കൂടുതല, നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ, അതായത് ഒബീസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ് പോകുക കേട്ടോ. കാരണം നമ്മുടെ ബോഡിയിൽ എക്സസ് എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും അത് ഡയറക്റ്റ്ലി ഫാറ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ബോഡിയിൽ കേട്ടോ. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതും കറക്റ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് മിനറൽ ഡെഫിഷ്യൻസിനെ കുറിച്ചാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. സോ മിനറൽ ഡെഫിഷ്യൻസിയിൽ നമ്മൾ മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. കാൽഷ്യം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കാൽഷ്യം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഉണ്ടാവുക കേട്ടോ. റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഉണ്ടാവുക. ഇനി യെസ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാച്ച് ദ ഫോളോയിങ് അല്ല ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കറക്റ്റ്ലി ഓർഡേർഡ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത് നോക്കാം. കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണോ, സ്കർവി അല്ല. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണ് സ്കർവി എന്ന് പറയുന്നത് അല്ലേ. ഇനി അയണിൻ്റെ ഡെഫിഷ്യൻസി ആണോ, അനീമിയ. ശരിയാണ്, ഇവിടെ ശരിയാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ് റിക്കറ്റ്സ്. അയണിൻ്റെ ഡെഫിഷ്യൻസി ആണ്
ഗോയിറ്റർ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കറക്റ്റാണ്. ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. സോ കാൽഷ്യം സ്കർവിയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി പാർട്ട് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ NSMC എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ NSMCനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും NSMCക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻഡ് ആയിട്ടുള്ള കമൻറ്റോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിലെന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ലോട്ട്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയൻ വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദിലൊക്കെ ഈ വർഷം എന്തുണ്ട് NSMC നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ് നടക്കുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു എക്സാം കൂടിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്യാഷ് പ്രൈസുകളൊക്കെ നിങ്ങളെ അവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, കോമ്പറ്റീഷൻ ഒന്നുകൂടി നമുക്ക് അടിപൊളിയാക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ വേണം അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പ്രോപ്പർലി തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.